ഞാൻ 15 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഈ മേഖലയിൽ നമ്മളെ ആൾക്കാർ കുറവാണ്. പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് നാസർക്ക് കേട്ടിട്ടുണ്ടോ? എഞ്ചിനീയർ, ക്വാണ്ടിറ്റി സർവേർ എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ പ്ലാനിങ് എഞ്ചിനീയർ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രൊജക്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു 10,000 സ്ക്വയർ ഫീറ്റ് എബോവ് ആണ് നമ്മുടെ ഹൈ എൻഡ് റെസിഡൻസ് ആണ് ഒക്കെ വരുന്നത്. അവിടെ മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഓൺ ടൈമിൽ ബഡ്ജറ്റിന്റെ ഉള്ളിൽ തീർക്കുക എന്നുള്ളത് കൂടി ഉണ്ട്. നിങ്ങളൊരു സ്വപ്നം നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾ വിചാരിച്ച സമയത്തിൽ നിങ്ങൾ വിചാരിച്ച ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ആ പ്രൊജക്ട് ഫെയിലിയർ ആവും. 2 സർവീസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ ക്ലയന്റിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട്, കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാസർക്കാർക്ക് ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മളെ പെർസ്പെക്റ്റീവ് ക്ലയന്റിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ വ്യക്തികൾ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യ ഒരു GDP ഇപ്പോൾ വരുന്നത് അത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരും. അതുപോലെ തന്നെ GCCയിൽ ഈക്വലൻസ് ആയിട്ട് മുന്നേയും ഇപ്പോഴും പ്രൊജക്ട് ഡെവലപ്മെന്റുകൾ വരുന്നുണ്ട്. നമുക്കറിയാം നിയോൺ പ്രൊജക്ട് സൗദി അറേബ്യയിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ റോളുകൾ പ്ലാനിങ് എഞ്ചിനീയർക്ക് ഒരുപാട് വേക്കൻസികൾ ഉണ്ട്. അതിന് നമ്മൾ ആകെ വേണ്ടത് 1-2 മാസത്തെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് എഞ്ചിനീയർ എടുത്തുള്ള ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് ട്രെയിനിങ് കൂടി നമ്മൾ ഇതിന്റെ കൂടെ വെരി ഗുഡ്.